ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഇവിടെ 1 മണിയായി. അവിടെ എത്ര മണിയായി? അപ്പോൾ സുഖമാണോ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഞാൻ ജോലിക്ക് പോവാണ്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇനി ജോലി സ്ഥലത്തിൻ്റെ അകത്തുള്ളത് എങ്ങനെയാണെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജോലി സ്ഥലത്തേക്കാണ് ഞാൻ വന്നിറങ്ങി കേട്ടോ. എത്തി. അങ്ങനെ അകത്തേക്ക് പോവാണ്. ഇതാട്ടോ ഞങ്ങളുടെ ലോക്കർ റൂം. ഈ കാണുന്നതാണ്. ചെറുതാണേ. അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല, കുറവാണ്. ഇത് ബാത്റൂം. ഇതെന്തിനാണാവോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ആര് കുളിക്കാനാണാവോ? ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഇടേണ്ട വെസ്റ്റ്, ഇത് ഇവിടുന്ന് തരുന്ന ഷൂ, രണ്ടും ഇട്ടിട്ട് വേണം കയറാൻ അകത്തേക്ക്. അവിടെ കാണുന്ന ബുക്കിൽ പേരെഴുതി ഒപ്പിടണം. പിന്നെ ഇവിടെ നിൽക്കുന്നത് ജോലി കയറാൻ വേണ്ടി നിൽക്കുവാണ്. ഇറങ്ങി ഞങ്ങളകത്തേക്ക് കയറുവാണ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറുന്നതാണ്. ഇതാണ് എൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് ഇരിക്കണത്. പിന്നെ ഇതാരും കാണാണ്ട് വീഡിയോ എടുക്കണതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഒന്ന് ക്ഷമിക്കണേ. അകത്തുനിന്ന് കുറച്ച് ഉള്ളിലേക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇത്തിരി ദൂരമുണ്ട് നടക്കാൻ. പല പല ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുമാത്രമേ പറയുന്നുള്ളൂ. ഇത് ഈ റിട്ടേൺ വരുന്ന ഷൂവും കാര്യങ്ങളൊക്കെ ചെയ്യണതാട്ടോ എൻ്റേത്. പിക്കെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ സ്ഥലമെത്തി. ഇതാണ് ഞാൻ വർക്ക് ചെയ്യണ സ്ഥലം. നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ ഇങ്ങനെ പെട്ടിയൊക്കെ അടക്കി വെച്ചേക്കണത്. കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇതാട്ടോ ട്രോളി. ഇതിപ്പോൾ ആ ഇരിക്കുന്ന ട്രോളി നമ്മൾ എടുത്തിട്ട് അതിൽ വേണം ഓരോ പെട്ടികൾ. ഇതാണ് ആ കാണുന്ന പച്ചക്കുപ്പിയുടെ ട്രോളിയാണ് എൻ്റേത്. ഇതിപ്പോൾ പെട്ടി തുറക്കുമ്പോൾ എല്ലാ അലങ്കോലമായിട്ട് കിടക്കണമായിരിക്കും. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ട് സ്കാനറുണ്ട്. ഈ കാണുന്ന പച്ചക്കുപ്പിയുള്ള ഈ ട്രോളി എൻ്റേത്. ഇതിലിങ്ങനെ എൻ്റെ മുകളിലിങ്ങനെ പെട്ടി എടുക്കണം. എൻ്റെ ഹൈറ്റിനനുസരിച്ച് 1, 2, 3 അതനുസരിച്ച് എടുക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പെട്ടികൾ തുറക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം നിരന്ന് ഒരേപോലെ ഇരിക്കും, ഇല്ലെങ്കിൽ അലങ്കോലമായിട്ട് എടുക്കും. അപ്പോൾ ആ മേശപ്പുറത്ത് വെച്ച് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് സ്കാനറിൽ സ്കാൻ ചെയ്തിട്ട് ഏതെങ്കിലും ലൊക്കേഷനിലാണ് വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കണം. അതാണ് പണി. ഇത് ഈ വരുന്ന പെട്ടികളിൽ നിന്ന് നമ്മൾ പെട്ടി എടുക്കണം. അതൊക്കെ റിട്ടേൺ ബോക്സാണ്. അവിടെ പിന്നെ വെള്ളം കുടിക്കുന്ന മെഷീനൊക്കെ ഉണ്ട്. അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതുപോലെ ഇങ്ങനെ പെട്ടി ഇങ്ങനെ അടുക്കി വെക്കണം. അതായത് ഒരു ബ്രാൻഡല്ല, എല്ലാ ടൈപ്പ് ബ്രാൻഡ് ഉണ്ട് ഇവിടെ. ഇവിടെ വന്നിട്ടാണ് പല പല ഷൂവിൻ്റെ തന്നെ പല പല ഇതൊക്കെ ഞാൻ കണ്ടു തന്നെ കേട്ടോ. എനിക്ക് ആകെ അഡിഡാസും റീബുക്കും ഒക്കെ മാത്രം അറിയുള്ളായിരുന്നു. ഇവിടെ വന്നിട്ട് ഇത്രയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഇതാട്ടോ ഞാൻ പറഞ്ഞ സ്കാനർ. ഇത് എൻ്റെ ട്രോളി, ആ പച്ചക്കുപ്പി ഉള്ളത്. അതിൻ്റെ അവിടെ ഇരിക്കുന്ന ഗ്ലൗസും ഇട്ടിട്ട് വേണം എടുക്കാൻ. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ. ഇപ്പം ഞങ്ങൾ ബ്രേക്കിന് പോവുകയാണേ. അപ്പോൾ ഇതെൻ്റെ ലോക്കർ റൂം. ഇത് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ. എൻ്റെ ബാഗ്, ഞാൻ കഴിക്കണ ഫുഡ്, ക്രോയിസൻ്റ്, അല്ല ഇവിടുത്തെ 7 days. അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തേ. അപ്പോൾ ഞാൻ കഴിക്കുവാണ് ഗൈസ്. ഇതാട്ടെ എൻ്റെ ഉൾവശം. ഓറിയോടെ അത്